കണ്ണവത്ത് വരണം. മീൻ പീര പോലത്തെ സാധനം ഉണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ മീൻ പീരയൊക്കെ വെക്കില്ലേ, അതുപോലത്തെ സാധനം. കൊള്ളാട്ടോ. അതേ ടേസ്റ്റ് തന്നെ മീൻ പീരയുടെ. ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. നല്ല ഓട്ടോക്കാരാണ്. ചിലവര് ചുമ്മായിട്ട് നമ്മളായിട്ട് ഓട്ടം പണ്ട് കുറെ തിരിയാൻ നോക്കും. കുഴപ്പമില്ല, എല്ലാരും അങ്ങനെയല്ല. പക്ഷെ കുറച്ച് പേര് മാത്രം അങ്ങനെയാണ്. ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണം കേട്ടോ. ഇവിടുത്തെ ഐറ്റമൊക്കെ പപ്പടം, പിന്നെ എന്തോ കറിയുണ്ട്, അവിയൽ, കൊണ്ടാട്ടം മുളക്, പായസം, സേമിയ പായസം, പിന്നെ മോരല്ലല്ലോ ഇത്, തൈരല്ലേ, തൈരുണ്ട്, പിന്നെ കുറച്ച് ഐറ്റം കറിയൊക്കെ ഉണ്ട്. കൊള്ളാം. 60 രൂപ വേണ്ട ഈ ഊണിന്. കൊള്ളാം, ഇത്ര ഐറ്റം കിട്ടുന്നുണ്ട്. കൊള്ളാം. നമ്മളങ്ങനെ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുകയുണ്ട്. അപ്പോൾ അത് വേറൊരാളെ കിട്ടി, പേര് പറയും, ഉണ്ണി. നമ്മളെപ്പോഴത്തേക്കും നമുക്ക് പോവാം. സ്ഥലം കാണിച്ചു. ഇപ്പം നമ്മൾ വന്നിട്ട് നമ്മളെ സംഭവൻ്റെ സെൻറ്ററില്ലേ, അതിൻ്റെ ഇപ്പുറം സൈഡായിട്ട് ഒരു പള്ളിയൊക്കെ ഉണ്ട്, മുസ്ലിം പള്ളി. അതിൻ്റെ ആ സൈഡിലൊരു റോഡുണ്ട്. ആ റോഡിൽ കൂടെ ഇങ്ങനെ കിടക്കും. ഓക്കെ, അടുത്ത ബസ് സ്റ്റോപ്പ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ അങ്ങോട്ട് പോയിട്ട് ഇതാണ് പള്ളി. ഓ, നമ്മളിപ്പോൾ ഒരു റൗണ്ട് അടിച്ച് വന്നല്ലേ. അതാണ് റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ച് നമ്മളെ താമസിക്കുന്നതിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ KSRTC സ്റ്റാൻഡിൻ്റെ അവിടെ കൂടി നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. വീണ്ടും അങ്ങനെ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡില്ലേ, അതിൻ്റെ കോംപ്ലക്സ് ആണ്. ഞങ്ങളവിടെ ഇതുപോലെ പെൻഡാമീനൊക്കെ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? മറൈൻ ഡ്രൈവ് ഓപ്പോസിറ്റ്. ചെറിയൊരു മാളിലെ സെറ്റപ്പ് ഉള്ളു. അമ്മ കിടന്നേന് ഇനിയും മുകളിലാണോ? ഡിസ്ട്രിക്ട് ലോട്ടറി ഓഫീസ് ഇവിടെ ഉണ്ടോ? ഇതിപ്പോ 3rd ഫ്ലോർ അല്ലേ? 3rd ഫ്ലോറിലാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ് ഫുള്ള്. അപ്പൊ നമുക്ക് തിരുവനന്തപുരം സിറ്റി കാണാം.
ഓ ഇതിലെ എൻട്രി മാത്രമേ ഉള്ളല്ലേ? ഇതുവഴി എൻട്രി, അതുവഴിയാണ് ഇറങ്ങണം. പക്ഷെ ഇനി നമ്മൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ വീടെടുക്കാൻ. ഇതാണ് KSRTC സ്റ്റാൻഡാണ് ഈ കാണുന്നത്. വലിയ സെറ്റപ്പാണ്. ഇതാണ് സിറ്റി. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ നിൽക്കുന്നത് ഈ പാർക്കിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൂടി തലങ്ങും വിലങ്ങും വണ്ടികൾ പോകുന്നുണ്ട്. ഇവിടെ വരുന്നവർ ഓട്ടോക്കാരെ ഇത്തിരി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇവിടുത്തെ ഓട്ടോക്കാരെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നല്ല ഓട്ടക്കാരാണ്. ചിലവർ ചുമ്മായിട്ട് നമ്മളായിട്ട് ഓട്ടം ഫണ്ട് കുറേ തിരിച്ചാൽ നോക്കും. കുഴപ്പമില്ല, എല്ലാവരും അങ്ങനെയല്ല, കുറച്ച് പേര് മാത്രം അങ്ങനെയാണ്. നമ്മളങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറി എന്നിട്ടുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. നമ്മളിനി തിരിച്ചിറങ്ങാൻ പോണേണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റില്ലായിരുന്നു. എന്തല്ലേ ഇപ്പം എന്ത് ചെയ്യണേ? ഞാൻ ഇപ്പോൾ ആർട്ടിങ്ങൽ IT സെക്കൻഡ് ഇയർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. തീരാറായി 2 മാസമായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങിയിട്ട് കാണാം സ്ഥലമൊക്കെ. സിനിമ തിയേറ്ററാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഷോ നടന്നുകൊണ്ടിരിക്കണ അതാണ്. ആൾക്കാരൊന്നും കാണാത്തത്. സെക്കൻഡ് ഫ്ലോറിലൊന്നും ഇല്ലല്ലോ. ഇത് 3rd ഫ്ലോറിൽ തിയേറ്റർ. ബഡ്ജറ്റ് എല്ലാം ഭയങ്കര ലോ ആയി. ചപ്പാത്തി 5 10. 5 ചപ്പാത്തി. ഇത് മറ്റേ ജയിലിലെ ഭക്ഷണമാണ് കേട്ടോ. നമ്മളങ്ങനെ ജയിലിൽ നിന്നുള്ള ഫുഡ് ഇപ്പോൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ കറിയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിക്കണം. ഇനി മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇവിടെ നിന്ന് മേടിച്ച്? കഴിച്ചിട്ടുണ്ട്. നല്ല ഫുഡാണോ? നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ഭയങ്കര കുറവാണ് കേട്ടോ. 5 ചപ്പാത്തിക്ക് 10 രൂപയൊക്കെയാണ്. അത് കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമ്മളങ്ങനെ കോട്ടേഴ്സിൻ്റെ മുകളിലോട്ട് പോകണുണ്ടോ ഫുഡ് കഴിക്കാൻ. അവിടെ ഇല്ലേ ഇന്ന്? അതല്ലേ പാർക്കിങ്? അതാണ് പാർക്കിങ്. നമ്മൾ അവിടെ നിന്നാണ് വ്ലോഗ് ചെയ്തത്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ അവിടെ നടന്ന് നമ്മളെ ഏരിയയിലേക്ക് വന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ ഫോട്ടോ ഇതാണ്ട കോട്ടേഴ്സിൻ്റെ ഏരിയയൊക്കെയാണ് കാണുന്നത്. വലിയ വാട്ടർ ടാങ്ക്, 10,000 ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് കണ്ടത്. ഒരു ക്വാണ്ടിറ്റി കാണാം, ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി കാണാം. അതാണ് ഇതെത്ര 35 രൂപയല്ലേ? 35. അതിന് ഇതിലാപോണ് ഇത്രയെങ്കിലും കിട്ടണില്ലേ? എല്ലായിടത്തും പറ്റിപ്പുണ്ട്. വായിരിക്കുന്നു. ഞങ്ങളങ്ങനെ ഒരു ലേഖ വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒരു കുപ്പി വെള്ളമുണ്ട്. കഴിക്കാൻ പോണേ. വായിരിക്കുന്നു. ആശാനാദ്യം കഴിക്കി. എന്തെന്നാ കാണിക്കണത്? റിവ്യൂ പറ, എങ്ങനെയുണ്ട്? കുറച്ച് ചൂടുണ്ടായിരുന്നെങ്കിൽ ഇത്തിരി കൊള്ളായിരുന്നു.
കുഴപ്പമില്ല, പീസൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വെന്തിട്ടുണ്ട്. കൊള്ളാം. ഇവിടെ കഴിച്ചോണ്ടിരുന്നപ്പോ കഷ്ണം തീർന്ന്. അപ്പൊ ആ പുഴവ് കണ്ണവത്ത് വരണം. മീൻ പീര പോലത്തെ സാധനം ഉണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ മീൻ പീരയൊക്കെ വെക്കില്ലേ, പോലത്തെ സാധനം. കൊള്ളാട്ടോ. അതേ ടേസ്റ്റ് തന്നെ മീൻ പീരയുടെ. എങ്ങനെയുണ്ട് സാധനം? നൈസല്ലേ? അത്രേ ഉള്ളു. ഇല്ല, പുള്ളിക്കാരൻ പറഞ്ഞ് അയാളെ കഴിച്ചിട്ടത്തെ കൈയിട്ട് വാരിക്കൊണ്ടത്. പുള്ളിക്കാരന് വേണ്ടെന്ന് പറഞ്ഞ് ഒന്നും നോക്കിയില്ല. അതത്രേ ഉള്ളു. ഒരു രക്ഷയില്ല. പൈസ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ലിഫ്റ്റ് അടിച്ചാലും വരും. കൂട്ടിയിലെത്തിയിട്ട് ചമ്മന്തി വേണം. വെറും പൊടിയായിട്ട് വരുവാടാ. അതിലേ ചാടിച്ച അതില് വീഡിയോയില് വന്നു. ഇനി തൊട്ട് അതില് വയറല്ലെന്നാടാ പറഞ്ഞ, വയറുവേദനയൊന്നല്ല. ചെറുക്കൻ സീൻ. ജഗൻ പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം ജയന്റെ. എന്താ സയൻസ് എടുത്ത് ആയിരിക്കും. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.